സദൃശ്യവാക്യങ്ങൾ 29:23 പറയുന്നു, മനുഷ്യന്റെ ഗർവം അവനെ താഴ്ത്തിക്കളയും, മനോവിനയമുള്ളവനോ മാനം പ്രാപിക്കും. ഇന്നത്തെ ലോകത്ത് അഹങ്കാരം പലപ്പോഴും ആഘോഷിക്കപ്പെടുന്നു. സോഷ്യൽ മീഡിയ നമ്മെ പ്രശംസിക്കാനും നേട്ടങ്ങൾ പ്രദർശിപ്പിക്കാനും എല്ലാറ്റിനുമുപരി സ്വയം ഉയർത്താനും പഠിപ്പിക്കുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം ആളുകൾ സ്വയം വിശ്വസിക്കുന്നതിന് പ്രശംസിക്കപ്പെടുന്നു. എന്നാൽ ദൈവവചനം വ്യത്യസ്തമായ ഒരു സത്യം സംസാരിക്കുന്നു. സദൃശ്യവാക്യങ്ങൾ 29:23 നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. അഹങ്കാരം മഹത്വത്തിലേക്കുള്ള വഴിയല്ല, മറിച്ച് നാശത്തിലേക്കുള്ള വഴിയാണെന്ന്. ഈ സത്യം ആദ്യം എഴുതിയപ്പോഴത്തെ പോലെ ഇന്നും പ്രസക്തമാണ്. അഹങ്കാരം ദൈവത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നു, കാരണം അത് അവനിൽ ആശ്രയിക്കുന്നതിന് പകരം നമ്മിൽ തന്നെ ആശ്രയിപ്പിക്കുന്നു. ഇതിന് വിപരീതമായി താഴ്മയോടെ നടക്കുന്നവരെ സ്വയം വെറുപ്പല്ല, മറിച്ച് ദൈവം മുമ്പാകെ അതിന്റെ സ്ഥാനം അറിയുന്ന ഒരു എളിമയുള്ള ആത്മാവിനെ ദൈവം ഉയർത്തുന്നു. ഇന്ന് ദൈവം ഇപ്പോഴും എളിമയുള്ളവരെ ബഹുമാനിക്കുന്നു. അവൻ എളിമയുള്ളവർക്ക് കൃപ നൽകുന്നു. നമ്മുടെ ബന്ധങ്ങളിലും ജോലികളിലും പള്ളികളിലും ദൈനംദിന തീരുമാനങ്ങളിലും താഴ്മ ദൈവത്തിന്റെ പ്രീതിക്കും ജ്ഞാനത്തിനും വാതിൽ തുറക്കുന്നു. അഹങ്കാരം നാശത്തിലേക്ക് നയിക്കുന്നു, എന്നാൽ താഴ്മ ഉന്നതിയിലേക്ക് നയിക്കുന്നു. മനുഷ്യന്റെ ദൃഷ്ടിയിലല്ല, മറിച്ച് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ.